ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. പൊടി വറുക്കാതെയും പൊടി തട്ടാതെയും പരത്തി കഷ്ടപ്പെടാതെയൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പത്തിരിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരൊറ്റ പത്തിരി പോലും പൊങ്ങാതെ പോയില്ല കേട്ടോ. റമദാനിലാണെങ്കിലും അല്ലെങ്കിലും ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടും കിച്ചണിൽ ഒരുപാട് സമയം കളയാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ പത്തിരിയുടെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ നൈസ് പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രത്തിൽ ഒരു 5 കിലോനോളം പച്ചരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സാധാരണ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരിയാണ് കേട്ടോ. ഇനി ഈ പച്ചരി നമുക്ക് കുതിർത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പച്ചരി ഒരു 5-6 പ്രാവശ്യം നല്ലപോലെ തന്നെ കഴുകിയതിന് ശേഷം ഞാൻ വെള്ളം പോകാൻ വേണ്ടിയിട്ട് അരിയുറ്റിയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ അരി ഒരു 10 മിനിറ്റ് വെള്ളം പോകാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമുക്കിത് വെയിലത്തേക്ക് ഇട്ട് കൊടുക്കാം. മുറ്റത്തൊരു തുണി വിരിച്ച് അതിൻ്റെ മുകളിലായിട്ട് അരി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അരിയുടെ മുകളിലായിട്ടും ഒരു തുണി കൂടെ വിരിച്ചിട്ട് കൊടുക്കണം. അതല്ലെങ്കിൽ പത്തിരി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് വെയിലിൻ്റെ ആ ഒരു ചുവ നമ്മുടെ പത്തിരിയിൽ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ മൂടിയിട്ടതിന് ശേഷം നല്ല വെയിലാണെങ്കിൽ ഒരൊറ്റ വെയിൽ കൊണ്ടാൽ മതി. ഞാനിപ്പോൾ ഈ അരി ഇട്ട് കൊടുക്കുന്ന ആ ദിവസം നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരൊറ്റ വെയിൽ തന്നെ നല്ലപോലെ തന്നെ അരി ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുറഞ്ഞ വെയിലാണെങ്കിൽ ഒരു 2 ദിവസമൊക്കെ വെയിൽ കൊള്ളിക്കുകയും വേണം. അപ്പോൾ എനിക്ക് ഒരൊറ്റ വെയിൽ തന്നെ അരി നല്ല പോലെ തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എടുത്ത് ഒരരി ഇങ്ങനെ പൊട്ടിച്ച് നോക്കുന്ന സമയത്ത് പൊട്ടി കിട്ടണം കേട്ടോ. അതാണ് അരിയുടെ ഒരു ഉണക്കിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇനി ഞാനിത് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ അരി പൊടിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പൊടി വറുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് വറുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പൊടി കൊണ്ട് തന്നെ നമുക്ക് പത്തിരിയും ഇടിയപ്പവും കൊഴുക്കട്ട അതുപോലെ തന്നെ വെള്ളയപ്പം ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയും ഇടിയപ്പവും കൊഴുക്കട്ടയും അതുപോലെ തന്നെ വെള്ളയപ്പമൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഈ പൊടി എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം മാസങ്ങളോളം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു കേടും വരില്ല. ഇനി ഈ പൊടി ഉപയോഗിച്ച് പൊടിയൊന്നും തട്ടിയെടുക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയാണ് പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിതാ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം നല്ലപോലെ ഒരു തിള വന്ന് കഴിയുമ്പം എടുത്ത് വെച്ചിട്ടുള്ള പത്തിരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഈ പത്തിരിക്ക് വെള്ളത്തിൻ്റെ അളവ് പറയുകയാണെങ്കിൽ നമ്മൾ ഏത് പാത്രത്തിലാണോ പത്തിരിപ്പൊടി എടുക്കുന്നത് ആ പാത്രത്തിൽ 1.25 പാത്രം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതായത് നമ്മൾ സാധാരണ വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ അത്രയൊരു വെള്ളം ഈ പൊടി വാട്ടിയെടുക്കാനായിട്ട് ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് പൊടി വാട്ടിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് മാവായിട്ടും നമുക്ക് കിട്ടും. ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഈ പൊടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് ആ ഒരു ചൂടോടുകൂടെ തന്നെ നമുക്ക് ഈ മാവൊന്ന് കുഴച്ചെടുക്കണം. ഈ ഒരു ചൂടോടുകൂടി മാവ് കുഴച്ചെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് പൊള്ളുമല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള സ്റ്റീൽ ഗ്ലാസ്സുകളൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാവുമല്ലോ. അതിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ചൂടോടുകൂടി ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കുമ്പോൾ തന്നെ ഒരു പകുതി 1/4 ഭാഗത്തോളം മാവ് നമുക്ക് നല്ല പോലെ തന്നെ കുഴഞ്ഞു കിട്ടും. അതിനുശേഷം മാവ് കൗണ്ടർ ടോപ്പിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണയോ വെള്ളമൊക്കെ ഒന്ന് തൊട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിൽ പൊടി തട്ടാതെയും പരത്താതെയൊക്കെ നല്ല പൊങ്ങിയ സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിതവിടെ പത്തിരി പ്രസ്സാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു കവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുഴച്ച് വെച്ച മാവിൽ നിന്ന് കുറേശ്ശെ മാവെടുത്ത് ഇതിലേക്ക് വെച്ച് ഇതുപോലൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇത് കണ്ടില്ലേ, നല്ല നൈസായിട്ട് തന്നെ നമുക്ക് പത്തിരി പരന്ന് കിട്ടും. ഇതിന് വേറെ പരത്തോ പൊടി തട്ടോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ നമുക്കിത് ചുട്ടെടുക്കാം. ഇതിങ്ങനെ ഓരോന്നും പരത്തി അപ്പം തന്നെ ചട്ടിയിലേക്ക് ഇട്ട് ചുട്ടെടുക്കട്ടോ. വേഗത്തിൽ തന്നെ നമുക്കിത് ചുട്ടെടുക്കാൻ പറ്റും. പരത്തിയ പത്തിരി നമുക്ക് ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം ഒരു 4-5 സെക്കൻഡ് ഒന്ന് വെച്ചതിന് ശേഷം ഉടനെ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക.
മറിച്ചിട്ടതിന് ശേഷം ഒരു 10-30 സെക്കൻഡ് ഒന്ന് വെച്ച് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട ഉടനെ തന്നെ ഇതുപോലെ നമുക്ക് പൊള്ളി കിട്ടുന്നതാണ്. വലിയ പത്തിരി ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 3-4 എണ്ണമൊക്കെ വീതം ഇട്ട് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത് ചെറിയ പാനായതുകൊണ്ടാണ് ഞാൻ ഓരോന്നിട്ട് ചുട്ടെടുക്കുന്നത്. ഇത് കണ്ടില്ലേ, എല്ലാ പത്തിരിയും തന്നെ നമുക്ക് നല്ല പോലെ തന്നെ പൊള്ളി കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയും ആയിരിക്കും കേട്ടോ. രാവിലെ ചുട്ട് വൈകുന്നേരം ആയിക്കഴിഞ്ഞാലും ഈ പത്തിരിയുടെ ഒരു സോഫ്റ്റ്നെസ് അങ്ങനെ തന്നെ ഉണ്ടാവും. ഒട്ടും ഹാർഡായി പോകുമൊന്നുമില്ല. പിന്നെ ഓരോന്നും ചുട്ട് നമ്മൾ ആദ്യം തന്നെ കാസറോളിലിട്ട് മൂടി വെക്കരുത്. അപ്പോൾ പത്തിരി കുതിർന്നു പോവും. ഒരു വലിയ തട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ച് അതിലേക്ക് ആദ്യം പത്തിരി ചുട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം പത്തിരി ചെറുതായിട്ടൊന്ന് ചൂട് തണിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമുക്കിതാ ഇതുപോലെ കാസറോളിലേക്ക് ഇട്ട് അടച്ചു വെക്കാവുന്നതാണ്. അപ്പോൾ ഇതാ പൊടി വറുക്കാതെയും പൊടി തട്ടാതെയും പരത്താതെയൊക്കെ വളരെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ എല്ലാവരും പത്തിരി ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒട്ടും ബുദ്ധിമുട്ടുമില്ല, നമുക്ക് അടിപൊളി പത്തിരി തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.